ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിന്റെ ക്യുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഈ ഒരു സെഷനിലൂടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഡിസംബർ 26, 2024 മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കുറിച്ചുള്ള കുറച്ച് ഫാക്റ്റുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മൻമോഹൻ സിംഗിനെ കുറിച്ച് നമുക്കറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്നു മൻമോഹൻ സിംഗ്. പ്രധാനമന്ത്രി പദവി എന്ന് പറയുന്നത് വെറും ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ മാത്രം ഒതുക്കേണ്ടതല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും വളരെ നിർണായകമായിട്ടുള്ള പല ഘട്ടങ്ങളിൽ നിന്നും പുറം മോടികളില്ലാതെ വളരെ ക്രിയാത്മകമായി ഇടപെട്ട ഒരു പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം ഡിസംബർ 26 നമ്മളോട് വിട പറഞ്ഞു. അപ്പൊ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകൾ വരുന്ന പരീക്ഷകളിൽ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. സോ നമുക്ക് നോക്കാം. ഡോക്ടർ മൻമോഹൻ സിംഗ് 1932 സെപ്റ്റംബർ 26 പഞ്ചാബ് പ്രവിശ്യയിലെ ഗാഹിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹം മരണപ്പെടുന്നത് നമുക്കറിയാം 2024 ഡിസംബർ 26. അപ്പൊ രണ്ടും 26 ജനനം സെപ്റ്റംബർ 26, മരണം ഡിസംബർ 26. ദെൻ 1966, 69 കാലയളവിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ദെൻ പിന്നീട് 1972, 76 കാലയളവിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് ഇന്ത്യൻ റിസർവ് ബാങ്ക് ഗവർണറായി 1982 മുതൽ 85 വരെയുള്ള കാലയളവിൽ, അഥവാ ഏകദേശം 3 വർഷം അല്ലെ, 82 മുതൽ 85 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. എല്ലാം വളരെയധികം ക്രിയാത്മകമായി അദ്ദേഹം ഉപയോഗിച്ചിട്ടുമുണ്ട്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ, വൈസ് ചെയർമാനായിട്ട് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് 85, 87 വർഷങ്ങൾ, അഥവാ ആ ഒരു കാലയളവിൽ കേട്ടോ, വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു കാലയളവിൽ അദ്ദേഹം പ്രവർത്തിച്ചു. UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാനായി 1991 അദ്ദേഹം നിയമിതനായിട്ടുണ്ട്. ഇന്ത്യയുടെ കേന്ദ്ര ധനകാര്യമന്ത്രിയായി 1996, 91 മുതൽ 96 വരെയുള്ള കാലയളവിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഈ ഒരു കാലയളവിലാണ് ഇന്ത്യയിൽ നിർണായകമായിട്ടുള്ള പല സാമ്പത്തിക നയങ്ങളും വരുന്നത്. അതിൽ ചിലതാണ് ഉദാരവൽക്കരണ നയം. അപ്പൊ ഉദാരവൽക്കരണ നയത്തിന്റെ ശില്പി മൻമോഹൻ സിംഗ് ആണ്. ലൈസൻസ് രാജ് അവസാനിപ്പിച്ചതും മൻമോഹൻ സിംഗ് ആണ്. ഉദാരവൽക്കരണം, ലൈസൻസ് രാജ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയാം. ഉദാരവൽക്കരണം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ കൂടുതൽ വികസിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ലിബറലൈസേഷൻ ചെയ്യണം. കൂടുതൽ നിയമങ്ങൾ കൊണ്ട് പുതിയ പുതിയ സ്വകാര്യ കമ്പനികൾ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് ഇന്ത്യൻ സാമ്പത്തിക പുരോഗതിയിൽ പങ്കുവഹിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം നൽകുന്ന ഉദാരവൽക്കരണം. അതേപോലെ വളരെ കർശനമായിട്ടുള്ള ലൈസൻസിങ് സിസ്റ്റം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ലൈസൻസ് രാജ് എന്നീ നയങ്ങൾ അദ്ദേഹം കേന്ദ്ര ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ രൂപീകരിച്ചതാണ്. പിന്നീട് വരുന്ന 1998 മുതൽ 2004 വരെയുള്ള കാലയളവിൽ അദ്ദേഹം രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പൊ പ്രതിപക്ഷ നേതാവായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് ഓർക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട വർഷമാണ് 2004 മുതൽ 2014 വരെയുള്ള 10 വർഷ കാലയളവ് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. പ്രധാനമന്ത്രിയായ ആദ്യ സിഖ് മതക്കാരൻ മൻമോഹൻ സിംഗ് ആണ്. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് ആണ്. പഠിച്ചു വെക്കുക, ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രിയായ ആദ്യ സിഖ് മതക്കാരൻ, സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ദെൻ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട കുറേ പദ്ധതികളുണ്ട്. അതിൽ നിന്നും ഒരു 5 എണ്ണം ഇങ്ങോട്ട് പറയുകയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്നും സക്സസ്ഫുൾ ആയിട്ട് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളാണ്. ഇതിൽ പലതും പേര് മാറ്റിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2005, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ 2005, വിവരാവകാശ നിയമം 2005, വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഭരണകാലയളവിൽ ഉണ്ടായിരുന്ന ശ്രദ്ധേയമായിട്ടുള്ള നയങ്ങളും മറ്റു കാര്യങ്ങളുമായിരുന്നു.
ഇനി ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ പ്രശസ്തമായിട്ടുള്ള പുസ്തകം ഈ അടുത്ത് എഴുതിയ ചേഞ്ചിങ് ഇന്ത്യ 2019. ദെൻ ഇന്ത്യാസ് എക്സ്പോർട്ട് ട്രെൻഡ്സ് ആൻഡ് പ്രോസ്പെക്ടസ് ഫോർ സെൽഫ് സസ്റ്റൈൻഡ് ഗ്രോത്ത് 1964. ദെൻ 2004 എഴുതിയ എ ഡിക്കേഡ് ഓഫ് എക്കണോമിക് റിഫോംസ്. 2006 എഴുതിയ ഇന്ത്യാസ് എക്കണോമിക് റിഫോംസ് ആൻഡ് അജണ്ട ഫോർ ദ ഫ്യൂച്ചർ. ദെൻ 2003 എഴുതിയിട്ടുള്ള മേക്കിംഗ് ഡെമോക്രസി വർക്ക് ഫോർ പ്രോ പുവർ ഡെവലപ്മെന്റ്. അതേ വർഷം തന്നെ അദ്ദേഹം എഴുതിയ ടു ദ നാഷൻ ഫോർ ദ നാഷൻ. അത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുടെ സമാഹാരമാണ്. സോ ഇതാണ് മൻമോഹൻ സിംഗിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ. അപ്പൊ ഇത് ഇത്രയും പഠിച്ചു വെക്കുക. വരുന്ന പരീക്ഷകൾ ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ് മൻമോഹൻ സിംഗ്. പുതിയൊരു പാഠഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും എല്ലാവിധ വിജയവും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.